എരിയും സ്നേഹാർദ്രമാമെൻ്റെ ജീവിതത്തിൻ്റെ തിരിയിൽ ജ്വലിക്കട്ടെ. അങ്ങനെ 1964 കേരളത്തിൽ നിന്നും അരങ്ങിൻ്റെ അനന്ത സാധ്യതകൾ തിരിഞ്ഞ് ഡൽഹിയിലേക്ക് പോയ കുമാരവർമ്മ എന്ന 19 വയസ്സുകാരൻ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഈ രാജവീഥികളിലൂടെ ചെന്ന് കയറിയത് 1958 ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ നാടക പഠന ഗവേഷണ കേന്ദ്രമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു. ഹിന്ദി ഭാഷയിലുള്ള പ്രാവീണ്യം കുമാരവർമ്മയ്ക്ക് അഡ്മിഷൻ കിട്ടാൻ സഹായകമായി. ഇന്ത്യയിലെ ഖ്യാതി നേടിയ നിരവധി അധ്യാപകരാൽ സമ്പന്നമായിരുന്നു അന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ബംഗാളിയായ സത്യേന്ദ്രനാഥ സെൻ എന്ന സാധു സെൻ ആയിരുന്നു 1959 മുതൽ 1961 വരെ NSDയുടെ പ്രഥമ ഡയറക്ടർ. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സിലെ ആദ്യ ബാച്ച് 1961 പുറത്തിറങ്ങി. മലയാളത്തിലെ പ്രമുഖ ചലച്ചിത്ര നടൻ മധു ഉൾപ്പെടെ 15 പേരാണ് ആദ്യ ബാച്ചിലുണ്ടായിരുന്നത്. പിന്നീട് 1962 ഇബ്രാഹിം അൽഖാസി NSDയുടെ 2ാമത്തെ ഡയറക്ടറായി ചാർജ് എടുത്തു. ആദ്യകാലങ്ങളിൽ നിസാമുദ്ദീൻ വെസ്റ്റിൽ കൈലാഷ് നഗറിൽ പ്രവർത്തിച്ചിരുന്ന നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ 1963 സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്ന രബീന്ദ്ര ഭവന്റെ 3ാം നിലയിലേക്ക് പ്രവർത്തനം മാറ്റി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 1964 ചേർന്ന കുമാരവർമ്മ ഇബ്രാഹിം അൽഖാസിയുടെ 3ാമത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. 3 വർഷമായിരുന്നു പഠനകാലം. 1964 1967. ആദ്യത്തെ 2 വർഷം നാടക സംബന്ധിയായ എല്ലാ വിഷയങ്ങളും പഠിക്കണം. അവസാന വർഷം ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയത്തിൽ കൂടുതൽ പഠനം. അഭിനയം, സംവിധാനം, കമ്മ്യൂണിറ്റി ഡ്രാമ, സ്കൂൾ ഡ്രാമാറ്റിക്സ് എന്നിങ്ങനെയുള്ള 4 സ്പെഷ്യലൈസേഷൻസിൽ നിന്നും കുമാരവർമ്മ സംവിധാനം തിരഞ്ഞെടുത്തു. അങ്ങനെ സംവിധാനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകി പഠിക്കുകയും ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിക്ക് സ്കൂൾ നൽകി വരുന്ന പുരസ്കാരങ്ങളായ ഭരത് പുരസ്കാരവും ഗിരീഷ് ഘോഷ് പുരസ്കാരവും നേടി 1967 പാസ്സായി. NSD തുടങ്ങാൻ കാരണഭൂതയായ കമലാദേവി തന്നെയാണ് ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് കുമാരവർമ്മയ്ക്ക് സമ്മാനിച്ചത്. ഇന്ന് ഞാൻ എന്താണോ അതിനെല്ലാം കാരണം എൻ്റെ ഗുരു അൽഖാസിയാണ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് നാടക പ്രവർത്തകരുടെ എല്ലാം പ്രേരണാ സ്രോതസ്സായിരുന്നു അൽഖാസി. അദ്ദേഹം നടനായിരുന്നു, സംവിധായകനായിരുന്നു, ഡിസൈനറായിരുന്നു, ഒരു നല്ല ചിത്ര എഴുത്തുകാരനായിരുന്നു. ഇങ്ങനെ പല തുറകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. സംഗീതത്തിനെ പറ്റി അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു. സാഹിത്യത്തിലും അദ്ദേഹത്തിന് നല്ല വായനയും അറിവും ഉണ്ടായിരുന്നു. ഒരു വലിയ ജനറേഷനെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചു, നാടകം പഠിപ്പിച്ചു. ഇന്ന് നാടകത്തിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അരങ്ങിലും സിനിമയിലും ടെലിവിഷനിലും ഒക്കെ അറിയപ്പെടുന്ന പ്രധാന വ്യക്തിത്വങ്ങളെയെല്ലാം ആ രീതിയിലാക്കി തീർത്തത് അൽഖാസിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു കുമാരവർമ്മയ്ക്ക് NSDയിൽ ലഭിച്ച ഭാഗ്യം. ശാന്ത ഗാന്ധി, NC ജെയിൻ, ഗോവർദ്ധൻ പാഞ്ചാൽ, ഷീല ഭാട്യ, GN ദാസ് ഗുപ്ത, ഇന്ദുഭൂഷൺ ഘോഷ്, പഞ്ചാനൻ പഥക്, ദേവ് മഹാപാത്ര, കോകില മവാനി, തർസീം ലാൽ തുടങ്ങി നാടകരംഗത്ത് കഴിവ് തെളിയിച്ച ഇന്ത്യയിലെ തന്നെ മികച്ച പ്രതിഭകൾ. നാടകരംഗത്ത് പ്രശസ്തരായി മാറിയ BV കാരന്ത്, BM ഷാ, ഓം ശിവപുരി, JN കൗശാൽ, V രാമമൂർത്തി, സായി പരഞ്ജുപൈ, മോഹൻ മഹാർഷി, രാം ഗോപാൽ ബജാജ് തുടങ്ങിയവർ NSDയിൽ കുമാരവർമ്മയുടെ സീനിയറായി പഠിച്ചവരായിരുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിര നാടക പരിശീലന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ആ സ്ഥാപനത്തിന് അസ്ഥിവാരമിട്ടതും ഇന്നത്തെ രീതിയിൽ അതിനെ വളർത്തിയെടുത്തതും ഇബ്രാഹിം അൽഖാസി എന്ന മഹാപ്രതിഭയായിരുന്നു.
ഇന്ത്യൻ നാടകവേദിക്ക് ദക്ഷിണേന്ത്യ ഒരേ കാലത്ത് സമ്മാനിച്ച 2 അപൂർവ രത്നങ്ങളാണ് യശശരീരനായ പ്രൊഫസർ രാമാനുജവും പ്രൊഫസർ കുമാരവർമ്മയും. 3 വർഷം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരേ ബാച്ചിൽ ഒരേ ക്ലാസ്സിൽ ഇവർ പഠനം പൂർത്തിയാക്കുകയും തുടർന്ന് നിരന്തരം രംഗവേദിയിൽ സജീവമായിരിക്കുകയും ചെയ്തവർ. നാടക സാഹിത്യത്തിലും ദീപവിധാനത്തിലും രംഗകലയിലുമെല്ലാം ഇവർക്കൊരുപോലെ താല്പര്യമുണ്ടായിരുന്നു. നാടകത്തിൻ്റെ അരങ്ങിൽ ഇന്നിത്തരം പരീക്ഷണാത്മകതകൾക്ക് പിന്തുടർച്ച നന്നേ കുറഞ്ഞിരിക്കുന്നു. ക്ലാസിക്കൽ കലകളുമായിട്ട് ചേർത്തിട്ട് നാടകം അവതരിപ്പിച്ച ഗോവർദ്ധനാചാര്യൻ്റെ നല്ല സെറ്റ്. അയ്യോ, അത് ശരിക്ക് ഭാരതത്തെ നാട്യശാസ്ത്രം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സ്പേസ് എങ്ങനെയാണ് മൂന്നാമത്തെ എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഇപ്പോൾ പട്ടേ ദിവസം വന്നിട്ട് ഞങ്ങൾ കാസ്റ്റിംഗ് ചെയ്ത പിന്നീട് താങ്കൾ തലയെ മുണ്ടനായിട്ട് വന്നപ്പോൾ ശാന്താഗാന്ധി ഒരു സന്തോഷമുണ്ടായി. തല മഴിച്ച് വരാനുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളെ തലയെ തലോടി കൊടുത്തിട്ട് തലയെ തലോടിയിട്ട് എന്താണെന്ന് പറഞ്ഞതെന്നറിയാം, ബ്രെയിൻ ഡ്രെയിൻ. തൻ്റെ NSDയിലെ അവസാന വർഷം മേജർ പ്രൊഡക്ഷനായി സംവിധാനം ചെയ്യേണ്ട നാടകമായി കുമാരവർമ്മ തിരഞ്ഞെടുത്തത് മറാത്തി നാടകകൃത്തായ വിദ്യാധർ പുണ്ടാലിക്കിൻ്റെ ചക്ര എന്ന നാടകമായിരുന്നു. ഇതിൻ്റെ ഹിന്ദി പരിഭാഷ നിർവഹിച്ചത് വർമ്മയുടെ സീനിയറായി പഠിച്ച കമലാകർ സൊണ്ടാക്കെയാണ്. 1967-68 കാലഘട്ടത്തിൽ കുമാരവർമ്മ NSDയുടെ റിപ്പർട്ടറി കമ്പനിയിൽ ചേരുകയും അധ്യാപകൻ കൂടിയായ സംവിധായകൻ അൽഖാസിയോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. പ്രേംചന്ദിൻ്റെ ഗോദാൻ എന്ന നോവൽ ഹോരി എന്ന പേരിൽ നാടകമാക്കി കുമാരവർമ്മ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചത് അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ നാടകത്തിൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്തത് അൽഖാസി ആയിരുന്നു. Way back in 1967-68 when I came to National School of Drama, and that time it was 3 years course. Mr. Kumaravarma, a short-sized little boy, kind of lookish man, and he had already bagged all the awards of the drama school as an outstanding student. And here he was going to direct Premchand's Godan, called Hori. And here was a surprise waiting for all of us. And when we, after classes at 3 o'clock, we were told, please go down to the ground and you have to work like labor to create a set and a theatre for this production, that is Hori. But what was happening was they made the construction of the auditorium started taking place along with was the set being constructed. It was a completed and naturalistic UP village with wells, with makai ka khet, with fields, shops, huts, everything. Entire ambience was a naturalistic, site-specific kind of a production, perhaps first time of that scale in the country, all over. And in the beginning, to be very honest, we didn't take him seriously, the young boy, what will he direct? But as weeks passed and we saw a man coming in his own and like a director calling shots. And when the production opened, it was a great success in the sense people could not believe that this kind of a naturalism can be brought on Indian theatre. And there were performances after performances, and with that, lot of the actors became after that known as big actors. See, it became much fashionable later, much later, that some of the directors in India started doing traditional theatre in the modern way. Modern plays were interpreted in a traditional way. Kumar had already done it. കുമാരവർമ്മ എന്ന നാടക വിദ്യാർത്ഥിയെ ഭാരതമറിയുന്ന നാടക സംവിധായകനിലേക്കും അധ്യാപകനിലേക്കും വളർത്തിയെടുക്കുന്നതിൽ ഇബ്രാഹിം അൽഖാസി എന്ന ഗുരുവിനുള്ള സ്ഥാനം വളരെ വലുതാണ്. 1962 മുതൽ 1977 വരെ NSDയിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രതിഭയെ തേച്ചു മിനുക്കുന്നതിൽ അൽഖാസി വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇബ്രാഹിം അൽഖാസി ഇന്ത്യൻ നാടകവേദി കണ്ട എക്കാലത്തെയും അതുല്യനായ നാടക സംവിധായകനും നാടകാധ്യാപകനുമായിരുന്നു. ഒരേ സമയം സ്നേഹമയനും അച്ചടക്കത്തിൽ വിട്ടുവീഴ്ച കാണിക്കാത്ത അധ്യാപകനുമായിരുന്നു.
അൽക്കാസി തൻ്റെ നാടക വിദ്യാർത്ഥികൾക്കിടയിൽ തൻ്റേതായ ശൈലി കൊണ്ട് വലിയ ആദരം നേടുകയുണ്ടായി. ആധുനിക ഇന്ത്യൻ നാടകവേദിക്ക് തറക്കല്ലിട്ട നാടകക്കാരനായിരുന്നു അൽക്കാസി എന്ന് നിസ്സംശയം പറയാം. 1964 അൽക്കാസിയുടെ ശിഷ്യനായി കുമാരവർമ്മ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നത്. 56 വർഷങ്ങൾക്ക് ശേഷം 2020 ഓഗസ്റ്റ് 4 തൻ്റെ പ്രിയ ഗുരുനാഥൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഷേക്സ്പിയറുടെ ഈ വരികൾ കാതിൽ മുഴങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി. നമ്മുടെ ഈ കളി ഇതാ അവസാനിച്ചിരിക്കുന്നു. ഈ കളിക്കാരെല്ലാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഉയിരുകളായിരുന്നു. വായുവിലേക്ക് അവർ അലിഞ്ഞുപോയി. നേർത്ത വായുവിലേക്ക്, ഭാവനാകൽപിതമായ ഒരു രംഗപടം പോലെ. മേഘത്തൊപ്പിയിട്ട മിനാരങ്ങളും പകിട്ടേറിയ കൊട്ടാരങ്ങളും ശാന്തതയാർന്ന അമ്പലങ്ങളും ഈ പൃഥ്വി തന്നെയും, അതെ, അതിൽ നിന്നുത്ഭൂതമായ എല്ലാം തന്നെയും അലിഞ്ഞലിഞ്ഞു പോകും. മായാമയമായി കെട്ടുകാഴ്ച മങ്ങി മാഞ്ഞാൽ പിന്നെ അതിൻ്റെ പുക പോലും കാണാനാവില്ല. കിനാക്കളാൽ തീർത്ത വസ്തുക്കളല്ലോ നാം. ഒരു ഉറക്കത്താൽ ആവൃതമത്രേ നമ്മുടെ ഈ ചെറു ജീവിതവും. പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ രാഘവനും കുമാരവർമ്മയോടൊപ്പം NSDയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. 1965-68 കാലഘട്ടത്തിൽ രാഘവനും കുമാരവർമ്മയും രാമാനുജവും NSDക്ക് സമീപമുള്ള നായർ മെസ്സിലായിരുന്നു താമസവും ഭക്ഷണവും. തങ്ങളുടെ രസകരമായ NSD പഠനകാലം ഓർത്തെടുക്കുകയാണ് രാഘവനും കുമാരവർമ്മയും. സംവിധായകനാകാൻ പഠിച്ച രാഘവൻ നടനായി മാറിയത് മറ്റൊരു കൗതുകം. ഞാൻ ഡൽഹിയിൽ NSDയിലെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് കയറി വന്നത് രാമാനുജം അണ്ണൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നതാണ്, അപ്പോൾ എൻ്റെ കൂടെ വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് നേരെ താഴെയുള്ള ക്യാൻറ്റീനിലേക്ക് വന്നു. ക്യാൻറ്റീനിൽ വന്നിട്ട് എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നു, ഇതാണ് കുമാരവർമ്മ, നിങ്ങളുടെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞു. കുമാരനെ അവിടെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കുമാരവർമ്മയെ ഇന്നിവിടെ വെച്ച് കാണുകയാണ്. അതെ, എത്ര പെട്ടെന്നാണ് ഇങ്ങനെ വർഷങ്ങൾ പോകുന്നത് അല്ലേ. ശരിക്കും അന്ന് എനിക്ക് ധൈര്യം തന്നത് പിന്നെ കുമാരവർമ്മയും പിന്നെ രാമാനുജണ്ണനും രണ്ടുപേരുമാണ്. അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ഫോറിനർ ലുക്കുള്ള ഒരാളാണ് എനിക്ക് വാതിൽ തുറന്നു തന്നിട്ട് ചിരിച്ച മുഖത്തോടെ എന്നെ പുറത്തേക്ക് പറഞ്ഞയച്ചു. എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു, അത് മിസ് അൽക്കാസി ആണ്, അപ്പോൾ ഡെഫിനറ്റാണ് സെലക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഈ 3 വർഷത്തെ അവിടുത്തെ പഠനം സംശയിക്കേ വേണ്ട. അൽക്കാസിയുടെ കീഴിലുള്ള ഒരു പഠനം എന്ന് പറയുന്നത് നമ്മളെ പ്രത്യേക തരത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഞാൻ അഭിനയിച്ചല്ലോ സംസ്കൃത നാടകത്തിൽ. ടെലിവിഷനിൽ ആദ്യം ടെലിവിഷൻ തുടങ്ങിയ കാലം അന്ന് ടെലിവിഷനിൽ അവതരിപ്പിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ശാന്താഗാന്ധിക്കൊക്കെ വലിയ താല്പര്യമാണ്. അല്ലെ, ഇത്രയും ഒരു അമ്മയുടെ സ്നേഹമാണ് തന്നത് അല്ലേ. ശരിക്കും അമ്മയാണ്. ആ രീതിയിലായിരുന്നു ശരിക്കും. അത്തരത്തിലുള്ള ടീച്ചേഴ്സ് നമുക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ആണുങ്ങൾ, ബാക്കി 7 പേര് പെണ്ണുങ്ങളാണ്. നമ്മളിപ്പം 3 വർഷത്തിലുള്ള സ്റ്റുഡൻസ് എല്ലാവരുമായിട്ടും, പിന്നെ നമ്മുടെ അന്ന് റെപ്പർട്ടറി ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ടും പഴയ ഒരുപാട് പിന്നെ അതെ രാമമൂർത്തിയായിട്ട് വളരെ അടുപ്പായിരുന്നല്ലോ. വളരെ വളരെ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ആസാമിലെ ദുലാർ റായിയെ കണ്ടു. 50 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. NSD വിട്ട് പിന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു. I met him first time when he joined the National School of Drama as a student. He was in the first year. I was in the final year. Later on, I saw the production of Madhyam Vyayog, which was Bhasa play, in which
Kumarji did a role of the young son of the Brahmin family, and it was very interesting to see a Sanskrit play done by NST students, because probably for the first time in the NST, and it was directed by Shanta Gandhi. NSD പഠനകാലത്ത് അൽക്കാസി കഴിഞ്ഞാൽ കുമാരവർമ്മയെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിത്വം ശാന്ത ഗാന്ധിയാണ്. വർമ്മയ്ക്ക് സംസ്കൃത നാടകങ്ങൾ സംവിധാനം ചെയ്യാനുള്ള പ്രേരണയും വഴികാട്ടിയുമായത് ശാന്ത ഗാന്ധിയാണ്. NSDക്ക് വേണ്ടി ആദ്യമായി ഭരതമുനിയുടെ നാട്യശാസ്ത്ര വിധി പ്രകാരം ആധുനിക രീതിയിൽ മധ്യമവ്യായോഗം എന്ന സംസ്കൃത നാടകവും ഗുജറാത്തി നാടോടി കലാരൂപമായ ഭവായിയിൽ നിന്നും രൂപപ്പെടുത്തി സംവിധാനം ചെയ്ത നാടകം ജസ്മ ഓടനും കുമാരവർമ്മയെ ഏറെ സ്വാധീനിച്ച നാടകങ്ങളാണ്. NSDയിൽ പഠിക്കുന്ന കാലത്ത് കുമാരവർമ്മയ്ക്ക് അനേകം നാടോടി നാടക രൂപങ്ങളും പരമ്പരാഗത ഏഷ്യൻ നാടക സമ്പ്രദായങ്ങളായ കബൂക്കി, നോ, ഇന്തോനേഷ്യൻ ബാലെ തുടങ്ങിയവയെല്ലാം കാണാനും പഠിക്കാനുമുള്ള അവസരം ലഭിച്ചു. അതിലൂടെ സ്വന്തം നാടക അവതരണങ്ങൾക്കുള്ള ശൈലികളും സങ്കേതങ്ങളും കണ്ടെത്താനുള്ള ശക്തിയും ഉത്തേജനവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശംഭുമിത്ര സംവിധാനം ചെയ്ത ടാഗോർ നാടകങ്ങളുടെ അവതരണങ്ങളും കുമാരവർമ്മയെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. ഡൽഹിയിലെ രവീന്ദ്രഭവനിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംഗീത നാടക അക്കാദമിയിലെ മേഘദൂത് തിയേറ്റർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓപ്പൺ എയർ തിയേറ്ററുകളിലൊന്നാണ്. പലർക്കും ഇതൊരവതരണ ഇടം മാത്രമല്ല, ഇബ്രാഹിം അൽഖാസിയുടെ ജീവനുള്ള പാരമ്പര്യം കൂടിയാണ്. അൽഖാസിയുടെ ശ്രമഫലമാണ് ഈ തിയേറ്റർ. ഓരോ അവതരണവും ഒന്നിൽ നിന്നും അടുത്തതിലേക്കുള്ള രൂപപരവും സൃഷ്ടിപരവുമായ ഗോവണി കയറ്റമാണ്. മേഘദൂത് ഓപ്പൺ തിയേറ്ററിലെ ഈ ഓരോ തൂണിനും കൽക്കെട്ടിനും മരങ്ങൾക്കുമെല്ലാം ഈ സംവിധായകനെ അടുത്തറിയാം. കയറിയും ഇറങ്ങിയും കൽപ്പടവുകളിൽ ഏകാഗിയായിരുന്നും തൻ്റെ പ്രതിഭയുടെ മൂർച്ച കൂട്ടിയ ധിഷണാശാലി. കുമാരവർമ്മ പഠനം കഴിഞ്ഞ് NSD റിപ്പർട്ടറിയിലായിരിക്കുമ്പോൾ സ്വതന്ത്ര സംവിധായകനായി മാറിയതും ഇവിടെ തന്നെയാണ്. ഗോരി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയതും ഈ മേഘദൂത് തിയേറ്ററിലാണ്. നാടകത്തിൻ്റെ ഭാഷയും ശക്തിയും പരീക്ഷിക്കപ്പെട്ട നിരവധി നാടക അവതരണങ്ങൾക്ക് ഈ വേദി സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുമാരവർമ്മയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച കളിയരങ്ങ് കൂടിയാണിത്.